ഹായ്, മാഫ്റ്റ് ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മൈമൂന അഞ്ചല തവനൂർ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ നോർമൽ ബോട്ടം ചെയ്തു അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് പാട്യാല ബോട്ടമാണ്. പാട്യാല ബോട്ടം അളവ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത അതേ അളവാണ്. ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ ശരീരത്തിൽ നിന്ന് എങ്ങനെ അളവെടുക്കണം, ഡ്രസ്സിൽ നിന്ന് എങ്ങനെ അളവ് എടുക്കുന്നതൊക്കെ. പാട്യാലയിൽ ഡ്രസ്സിൽ നിന്ന് എടുക്കുന്ന അളവിന് കുറച്ച് വ്യത്യാസമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ എൻ്റെ മോളെ അളവെടുത്ത് അതേ അളവിൽ ഒരു ബോട്ടം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം പേപ്പറിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഫ്രഷ് ഫിഗർ എന്നെടുത്തിട്ട് അതിൽ കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഫ്രഷ് ഫിഗർ വരച്ചു തന്നു. ഏതാണത്? ഫ്രഷ് ഫിഗറിൽ ഞാൻ കാണിച്ചു തന്നു. ഈ ഷേപ്പ് കഴിഞ്ഞിട്ട് വേസ്റ്റിൻ്റെ ഈ ഭാഗം കഴിഞ്ഞിട്ട് ഹിപ്പിൻ്റെ അല്ലേ ഇവിടെ തൊട്ടിട്ട് നമ്മൾ ലെഗ് റൗണ്ട് വരെ അളവെടുക്കുകയാണ്, പാൻറ്റിൻ്റെ അളവ്. അപ്പോൾ ആ ഒരു അളവ് തന്നെയാണ് നമ്മളെല്ലാ പാൻറ്റായാലും ചെയ്യാം കേട്ടോ. ഇനി പലാസായാലും ചുരി ബോട്ടായാലും ധോത്തി ഏതായാലും അതാണ് അളവ്. അപ്പോൾ ശരീരത്തിൽ നിന്ന് അളവ് എടുക്കണത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റേ പോയി കാണുക. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പാട്യാല ബോട്ടത്തിനുള്ള ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പിക്ചറാണ്. ഫുൾ ലെങ്ത്ത് 31, ഹിപ്പ് റൗണ്ട് 25, ലെഗ് റൗണ്ട് 11 അല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഹിപ്പ് റൗണ്ട് 25-ന് 4 ഭാഗമാക്കിയിട്ട് 2.5 കൂട്ടിയിട്ട് 8.25. അതേപോലെ തന്നെ സീറ്റ് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അരവണ്ണത്തിന് 3 ഭാഗമാക്കിയിട്ട് എന്താണ് കിട്ടിയത് അതൊക്കെ നമ്മൾ 2 ഇഞ്ച് കൂട്ടി. അപ്പോൾ ആ കിട്ടിയത് നമ്മൾ തയ്ച്ചതിന് ശേഷം വേണം, അതുകൊണ്ട് വീണ്ടും ഒരു 2 ഇഞ്ച് കൂട്ടും. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്പ് റൗണ്ടിനെ 10 ഇഞ്ച് കൂട്ടിയിട്ട് 3 ഭാഗമാക്കിയിട്ട് എന്താണോ കിട്ടുന്നത് അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ പലരും. അപ്പോൾ അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ഇത് തന്നെയാണ്. ഇത് നമ്മൾ 3 ഭാഗം മൊത്തമുള്ള ഹിപ്പ് റൗണ്ടിന് അരവണ്ണത്തിന് 3 ഭാഗമാക്കിയിട്ട് അതിലേക്ക് 2 ഇഞ്ച് ഫസ്റ്റ് കൂട്ടുന്നുണ്ട്. അത് അടിച്ചിട്ട് വേണമെന്നുള്ളതുകൊണ്ട് വീണ്ടും 2 ഇഞ്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി. പിന്നെ കാലിൻ്റെ അളവ് അല്ലേ, ലെഗ് റൗണ്ട് 11, അതൊക്കെ അന്ന് നമ്മൾ ചെയ്തത് തന്നെയാണ്. അതിന് പകുതിയാക്കി അതിക്ക് 1 ഇഞ്ചാന്ന് കൂട്ടിയിട്ടുള്ളൂ. പക്ഷേ പാട്യാലയിൽ ഒരനക്കം കൂടുതൽ വേണം ലൂസ്. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പെടുത്തിട്ടോ. ഫുൾ ലെങ്ത്ത് 31 അല്ലേ, നമ്മൾ 31ക്ക് 4 ഇഞ്ച് കൂട്ടിയത് സാധാ ബോട്ടത്തിലാണ്. ഇതിൽ നമ്മൾ 31-ന് 6 ഇഞ്ച് കുറച്ചു. 6 ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയണ്ടേ. ഈ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാട്യാലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഞൊറിവിടണം അല്ലേ. അപ്പോൾ ഞൊറിവിടണമെങ്കിൽ നമ്മൾ ഫുൾ ലെങ്ത്ത് എടുത്തതിന് ശേഷം വേറൊരു പീസ് എടുത്ത് ഞൊറിവിട്ട് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടുതലാവും. അതുകൊണ്ട് നമ്മൾ ആ ഉള്ള ഇറക്കത്തിൽ നിന്ന് തന്നെ ഒരു പീസിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 31-ന് 6 ഇഞ്ച് കുറച്ചു എന്നുള്ളത്. 31-ന് 6 ഇഞ്ച് കുറച്ചു. അപ്പോൾ 20-ന് എത്ര കുറക്കണം, അല്ലെങ്കിൽ 40-ന് എത്ര കുറക്കണം, അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും വരും കേട്ടോ. ഇതെല്ലാതൊന്നും 6 കുറക്കേണ്ടത് അങ്ങനെയൊക്കെ പറയുക. അപ്പം അതിനൊരു ഏകദേശം കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സാധനം നമ്മൾ സാധാ ബോട്ടം കട്ട് ചെയ്തായിരുന്നു അല്ലേ. ഫുൾ ലെങ്ത്ത് നിന്ന് എങ്ങനെ കുറക്കണമെന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറക്കുന്നത് മൊത്തം സീറ്റിങ്ങിൻ്റെ പകുതിയുള്ളൊരു ഭാഗമെങ്കിലും നമുക്ക് കുറക്കുക എന്നുള്ളതാണ്. ഇതാ ഒരു ഇത്ര വരെയെങ്കിലും നമുക്ക് കുറക്കാം അല്ലേ, കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാനത് കട്ട് ചെയ്തു. മൊത്തം സീറ്റിംഗ് എന്നൊരു പകുതി ഭാഗം കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ മൊത്തം സീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞത് 12.25 അല്ലേ. 12.25 ഉണ്ടാകുമ്പോൾ 12.5 എടുക്കാം. പക്ഷേങ്കിൽ നമ്മൾ അതിന് പകുതി ആകുമ്പോൾ ഒരു 6.25 എടുക്കാം അല്ലേ, 6 ഇഞ്ച്. അപ്പോൾ അവിടെ 6 ഇഞ്ചും ഇവിടെ 6 ഇഞ്ചും പിന്നെ സീറ്റിങ്ങിൻ്റെ അല്ലേ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യും. ഇപ്പം നമുക്ക് കിട്ടണ പീസിൽ ചിലപ്പം പകുതിയാക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഈ അടിഭാഗത്തിൻ്റെ പീസ് കുറച്ച് ഇറക്കം കുറവാകുമ്പം ഈ സീറ്റിങ്ങിൻ്റെ ഏകദേശം ഇതുവരെയൊക്കെ വരും കേട്ടോ. ഞാൻ ബാൻഡ് കുറച്ച് കൂടുതലാവും. ബാൻഡ് കൂടുതലാകാൻ കുറച്ച് ബോറാണ്. ഏകദേശം സീറ്റിങ്ങിൻ്റെ പകുതി ഭാഗത്ത് തന്നെ ഇതാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഞൊറിവിടാനുള്ളതല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് കുറച്ചധികം കൂട്ടി കൊടുക്കണം, എന്നാലേ ഇത് ഞൊറിവിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞാനൊരു വലിയ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിന് ഞാൻ നേരെ പകുതിയാക്കി പിന്നെ നമുക്ക് 4 മടക്കാം. അപ്പോൾ വിറ്റിൻ്റെ പീസൊക്കെ നമുക്ക് ഒരുപാട് വീതിയൊന്നും ഉണ്ടാവില്ല, 4 മീറ്ററൊക്കെ എടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മൊത്തം പകുതി ആക്കിയിട്ട് പിന്നെ വീണ്ടും പകുതിയൊക്കെ ചെയ്യാം.
അതേപോലെ തന്നെ നമ്മൾ വലിയ തുണിയൊക്കെ വാങ്ങുകയാണെങ്കിൽ എല്ലാം കൂടി പകുതിയാക്കി മടക്കരുത് ഇട്ടോ. 2 മീറ്റർ തുണിയാണെങ്കിൽ അങ്ങനെ ചെയ്യാവൂ, വലിയ 40ൻ്റെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഈ വീതി ഇത് ഫുൾ ലെങ്ത് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഫുൾ ലെങ്ത് ഇല്ല, ഫുൾ ലെങ്ത്തിൽ സീറ്റിങ്ങിൻ്റെ പകുതി ഭാഗം കഴിച്ചിട്ടുള്ള ബാക്കി ഇറക്കാണിത്, അതിന് വീതിയുള്ള ഭാഗം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മടക്കിയിട്ട് കാണുന്നത് വീതിൻ്റെ ഭാഗം, ഇത് ഇറക്കത്തിൻ്റെ ഭാഗം, അങ്ങനെ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ വീതി 16 ഇഞ്ച്, ഇനി ഫുൾ ലെങ്ത്ത് 31, 6 ഇഞ്ച് കുറച്ചിരുന്നു അല്ലേ, ആ 6 ഇഞ്ച് കുറച്ചിട്ട് 25 ഉണ്ടാവും. അതിലേക്ക് 2 ഇഞ്ച് കൂട്ടിയിട്ട് 27 ഇഞ്ച്, 27 സെൻറ്റിമീറ്റർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുകൾ വശം ഞൊറിവിടാനുള്ള വശം ഇവിടെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ 16 ഇഞ്ച് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, ഇത് കറക്റ്റാക്കി കട്ട് ചെയ്തല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അടിയത്തെ പീസും കട്ട് ചെയ്ത് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ മുകൾ വശം ഇവിടെ, ലെഗ് റൗണ്ട് ഞാനിവിടെ ഉദ്ദേശിച്ചു കേട്ടോ. അപ്പോൾ ഫുൾ ലെങ്ത്ത് ഹിപ്പ് റൗണ്ടിൻ്റെ ഇരട്ടി ഭാഗം നമ്മൾ മടക്കി വെച്ചുകൊണ്ട് ഇനി അളവെടുക്കേണ്ട. പിന്നെ ലെഗ് റൗണ്ട്, ഇനി ഇവിടെ ഒരു ഭാഗം ഉണ്ടല്ലേ, നമ്മൾ സീറ്റിങ്ങിൻ്റെ പകുതി കുറച്ചിരുന്നു, പകുതി കുറച്ച് കഴിഞ്ഞാൽ ബാക്കി പകുതി ഇതിൽ അടയാളപ്പെടുത്തണ്ടേ. അപ്പോൾ ആ അടയാളപ്പെടുത്തേണ്ടത് ആ അറ്റത്തതാ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് അളവെടുക്കരുത്. ഹിപ്പ് റൗണ്ടൊക്കെ ഇവിടുന്ന് അങ്ങോട്ട്, ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞതിൽ, ഇവിടുന്ന് അങ്ങോട്ട് എടുത്താൽ മാത്രമേ സൈഡിൽ കട്ട് വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സീറ്റിങ്ങിൻ്റെ ബാക്കി 6 ഇഞ്ച്, മൊത്തം സീറ്റിങ്ങിൽ നിന്ന് പകുതി കുറച്ചു അല്ലേ, 12-ന്ന് 6 ഇഞ്ച് കുറച്ചപ്പോൾ ബാക്കി 6 ഇഞ്ച് ഇവിടെ. 6-ന് പകരം നമുക്ക് 6.5 ഇഞ്ച് വരെ അടയാളപ്പെടുത്താം കേട്ടോ, തയ്യൽത്തും പോവാണല്ലോ കേട്ടോ. 6.5 ഇഞ്ച് എടുത്തു, എന്നിട്ട് ഈ ലെഗ് റൗണ്ടൊക്കെ നേരെ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ മോൾ ഭാഗത്തേക്കുള്ള ആ പീസും കൂടി എടുക്കുകയാണ്, അതായത് ബാൻഡ്. ഇത് ലെഗ് റൗണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഇവിടെയാണ്, വിടുത്ത് ഇങ്ങോട്ടും ഇത്. അപ്പോൾ 8 ഇഞ്ച് ലെങ്ത്ത്, വിടുത്ത് അത് 8.25 ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് 8.25 എടുക്കണം കണ്ടോ. ഇത് 8.5, 8.25 സെൻറ്റിമീറ്ററിലാണ് കേട്ടോ. ഈ ഭാഗം സെൻറ്റിമീറ്റർ, ഈ ഭാഗം ഇഞ്ച്, ഇഞ്ചിൻ്റെ അനുസരിച്ചല്ല. അപ്പോൾ നമ്മളിത് രണ്ടും വരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്യാൻ പോവാണേ. ഇനി ഇത് കട്ട് ചെയ്യാണ്, ഏത് ഭാഗത്തും കട്ട് ചെയ്യാം കേട്ടോ. ലെഗ് റൗണ്ട് ഫസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഈ പീസ് ഇതിലേക്ക് ഞൊറിവിടാനുള്ളതാണല്ലേ. അപ്പോൾ ഈ ഞൊറിവിട്ട് പഠിക്കണം. ഇന്നത്തെ ദിവസം എല്ലാവരും പേപ്പറിലാണെങ്കിൽ ചെറിയ തുണി ചെയ്തിട്ട് ഞൊറിവിട്ട് പഠിക്കുക. നാളെ ഞാൻ തുണിയിൽ കട്ട് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ 2 അറ്റത്തും ഇതിന് ജോയിൻ ചെയ്യേണ്ട ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാനൊരു അടയാളം കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തു, അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലും ഒരു കട്ടിങ് കൊടുത്തു, ഒരു വി കട്ട് ജസ്റ്റ്. ഇതിന് സെൻറ്റർ പീസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റിങ്, ഇവിടെയും സീറ്റിങ് വരും കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് നിർത്തി നോക്കുക അല്ലേ. അപ്പോൾ ഈ പീസിനെ നിർത്തുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇത് ഒരു പീസ് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ അതിങ്ങനെ ആയിരിക്കും കണ്ടോ, ഈ പീസ് ഇതാ. അപ്പോൾ നിങ്ങൾ അതിനെ സ്റ്റിച്ച് ചെയ്യുമ്പം മെഷീനിൽ ഈ തുണീൻ്റെ നല്ല ഭാഗം മോൾക്ക് വെച്ചത്, ഞാൻ ഇതിൻ്റെ ചീത്ത വശം അടിക്കും, നല്ല വശം മോൾക്കും വേണം. എന്നിട്ട് ഈ പീസിൻ്റെ നല്ല വശം ഈ തുണിയുമേക്കും, ചീത്ത വശം മോൾ ഭാഗത്തേക്കും ഇങ്ങനെ വെക്കണം. അപ്പോൾ ഈ കട്ടിങ് രണ്ടും ഈ സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ വേണം. പക്ഷേ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്തുനിന്ന് ഒരല്പം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഞൊറിവിടാൻ തുടങ്ങുക കേട്ടോ. ഞൊറിവിടാൻ ഞാൻ ഈ പേപ്പറിൽ ചെയ്ത് തരാം, കാണുന്നുണ്ടോ. ജസ്റ്റ് 1 ഇഞ്ചിൽ ഫസ്റ്റ് മടക്കി, വീണ്ടും 1 ഇഞ്ചിൽ, വീണ്ടും 1 ഇഞ്ചിൽ ചെയ്തു. അപ്പോൾ ആ ഒരു ഭാഗത്ത് കണ്ടോ, നമ്മളെ കട്ടിങ് ചെയ്ത ഭാഗം കണ്ടോ, വി കട്ട് ചെയ്ത് ഈ ഒരു ഭാഗവും ഈ ഭാഗവും ഒപ്പായി കിടക്കുന്നത്, ഒപ്പായിട്ടുണ്ട്. പാട്യാലല്ലേ, നമ്മുടെ സെൻറ്ററിൽ മാത്രമേ ഞൊറിവുണ്ടാവുള്ളൂ. വീണ്ടും ഒരു ഞൊറിവ് ഇട്ടു. അപ്പോൾ ഇതാ
ഞാനൊരു പേപ്പറിലാണെങ്കിലും ഞൊറി വെച്ച് കാണിച്ചു തരാം കേട്ടോ. അതാ ഇങ്ങനെ ഒരു പീസിനെ ഞാൻ കണ്ടില്ലേ, നമ്മളിങ്ങനെ വെച്ചിട്ട് സെൻറ്റർ പീസ് മാത്രം, സെൻറ്ററിൻ്റെ ഭാഗം മാത്രം ഞൊറിവ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതാ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട്, പേപ്പറിലായതുകൊണ്ട് നേരെ പിടിച്ച് കാണിച്ചു തരാനൊന്നും പ്രയാസമുണ്ട്. പക്ഷെങ്കിൽ എന്നാലും നിങ്ങളെന്നത് ചെറിയ തുണിയിലൊക്കെ ചെയ്തിട്ടൊന്ന് ഞൊറിവ് മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്യണേ. ചിലർക്കൊക്കെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഞൊറിവ് ഇടുന്ന ടൈമിൽ ഈ അടിയത്തെ പീസിന് ഞൊറിവ് വിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ട്രൈ ചെയ്താലേ നാളെ എനിക്ക് അടുത്ത വീഡിയോ വരുമ്പോൾ പെട്ടെന്ന് ഒരു പാട്ടിയാൽ തയ്ക്കാൻ കഴിയുള്ളൂ. ബിഗിനേഴ്സ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ പെട്ടെന്ന് നമുക്കൊരു ഇത് കിട്ടുള്ളൂ കേട്ടോ. ഇത് അടുത്ത പീസിന് ഈ ബാൻഡ് ഇതിലേക്ക് ഞങ്ങൾ ഞെറിവിട്ട് കൊടുക്കണം. പേപ്പറിൽ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഞെറിവിടണം. പക്ഷേ ഞെറിവിടുന്ന ഏകദേശ രീതിയാണ് ഞാൻ ഈ കാണിച്ചത് കേട്ടോ. വലിയ ഓരോ ഇഞ്ചിന് ഞെറിവാണ് നമ്മളെ പാട്ടിയാലയിൽ ഉണ്ടാവുക. അത് സെൻറ്ററിൽ വരണം. ഈ പിന്നെ പാട്ടിയാലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻറ്റർ ഭാഗം ഇതാ ഇവിടെയാണ്. അപ്പോൾ ഞൊറിവിടേണ്ടത് എവിടെയാണ്? ഇവിടെ തന്നെയാണ് അല്ലേ. ഇത് 2 കാലിൻ്റെയും ഉൾഭാഗത്തേക്കായി വരും. സീറ്റിംഗ് ആണല്ലോ ഇത്. അപ്പോൾ ഇതാണ് ഓപ്പൺ ഭാഗം. ആ ഭാഗത്താണ് നമ്മൾ ഞൊറിവിട്ടത് കണ്ടോ. അപ്പോൾ ഈ ബാൻഡ് ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടോ, അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരിക. ഈ ഭാഗത്ത് മാത്രം ഞൊറിവ്, ബാക്കി ഭാഗത്ത് ഞൊറിവില്ലാതെ. അപ്പോൾ നിങ്ങൾക്കിത് ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കട്ടിങ്ങിൻ്റെ ഏകദേശ രൂപവും സ്റ്റിച്ചിങ്ങിൻ്റെ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. കട്ടിങ്ങൊക്കെ നല്ല ക്ലിയർ ആവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.